ഹായ് ഗൈസ്. അപ്പോൾ വി ആർ ന്യൂ ടു ദിസ് വ്ലോഗ്. നമ്മളങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എങ്ങോട്ടാണ് ബോസ്? മാൾട്ടയിലേക്കാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. ശർമ്മു, നമ്മുടെ എത്ര നാളത്തെ പ്ലാനാണ് ഈ ഒരു ട്രിപ്പ്? നമ്മൾ കുറെ നാളായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഓരോ സ്ഥലത്തും സ്ഥലം മാറി മാറി കുറെ നാളായി തുടങ്ങിയത്. പക്ഷെ മാൾട്ട പക്ഷെ ഒന്നും നടക്കുന്നില്ല. വേറെ ആയിരുന്നു. നമ്മൾ ഇറ്റലിയായി പോയി. അതെ, അങ്ങനെ ഒരു മാൾട്ട ഫിക്സ് ചെയ്തിരിക്കും. അതെ, ഒരു നീണ്ട അല്ലെ ചർച്ചകൾക്ക് ശേഷം നമ്മൾ അങ്ങനെ മാൾട്ടയിലേക്ക് ഇന്ന് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ അക്കമ്പനി ചെയ്യാനായിട്ട് കുറച്ച് ഗേൾസ് ഉണ്ട് ഇവിടെ. കാണുന്നുണ്ടോ? വിശ്വസിക്കുന്നു. ഇവരുടെ ചാനൽ ഞങ്ങളായിരിക്കും. അപ്പൊ ഗൈസ്, ഇപ്പൊ രാവിലെ 6 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് മ്യൂണിക്കിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ മ്യൂണിക്കിലെ പുരുഷന്റെ വീട്ടിൽ നിന്നാണ്. ഞങ്ങള് ഇപ്പൊ -1 ഡിഗ്രിയാണ്. ഞങ്ങൾ ജാക്കറ്റ് എടുത്തിട്ടില്ല, കാരണം അവിടെ പോകുമ്പോ ചൂടാണ് എന്ന ഒരു കിംവദന്തി ഞങ്ങൾ കേട്ടു. അപ്പൊ ഇനി എന്താവുമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞങ്ങള് പോവാണ്. അപ്പൊ ഞങ്ങളുടെ യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതാണ് അപ്പൊ നമ്മുടെ ബാക്കി 3 പേര്. ഇത് മാമൻ ഓൾറെഡി നമ്മുടെ വ്ലോഗിൽ വന്നിട്ടുണ്ട്. ഇത് ലക്ഷ്മി, ഇത് പുരുഷു. പറ ഞാനും ഇവരുടെ വ്ലോഗിൽ ഫസ്റ്റ് ടൈമാണ്. ലക്ഷ്മിക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം അടുത്ത ദിവസം മാൾട്ട വെച്ചാൽ നമുക്ക് അടുത്ത ദിവസം ഈ വ്ലോഗിൽ മാൾട്ട പോകുന്നുണ്ട്. നീ പറയാനുള്ളതെല്ലാം പറയടാ. മാമൻ കരയുന്നു ഗൈസ്. അങ്ങനെ പുരുഷ വർക്ക് ചെയ്യുന്ന യോമാസിൽ നിന്നും നമുക്ക് ഫ്രീ ആയിട്ട് അവർ എടുത്തുന്ന സാധനമാണ്. ഇതിന്റെ പേര് പറഞ്ഞില്ല. ഇതിന്റെ പേരെന്താ പുരുഷു? ബേസിക്കലി ഇതൊക്കെ ഒരു ബ്രെഡിന്റെ ഒരു അല്ലേ, ജർമ്മനിയിൽ എല്ലാരും കൂടെ മാറി പറയില്ല. എനിക്ക് ബ്രെഡില് ചിക്കൻ അതുപോലത്തെ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ടേസ്റ്റ് ഇല്ല. ഇത്രയൊക്കെ ടേസ്റ്റ് കാണുള്ളൂ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെമ്മിങ്ങൻ എയർപോർട്ടിലേക്കാണ്. അല്ല ലക്ഷ്മി, എയർപോർട്ടിലേക്കാണ്. ഈ എയർപോർട്ടിൽ നിന്ന് മാത്രമുള്ള ജർമ്മനിയിൽ നിന്ന് മാൾട്ടയിലേക്കുള്ള ഫ്ലൈറ്റ്. ഞങ്ങൾക്ക് വന്നത് ആകെ 72 യൂറോസ് ആണ് അപ്പ് ആൻഡ് ഡൗൺ വന്നത്. ഇപ്പൊ ജർമ്മനിയിലായിരിക്കും വെരി ചീപ്പാണ്. ഞാൻ സ്പെയിനിൽ പോയപ്പോൾ റയനറിസാണ് ചീപ്പ്. ആകിന്റെ നമ്മളോട് എത്തും, ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ലാസ്റ്റ് വീഡിയോ ഞങ്ങള് ക്ലിക്കായി വരുന്നോളടാ. ഹായ് വ്യൂവേഴ്സ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. എയർപോർട്ടിൽ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലെ ബസ് വന്നിട്ടുണ്ട്. ഇവർക്കറിയില്ലല്ലോ, നമുക്ക് എന്തും പറയാം. പഠിക്കാൻ പാടില്ല. ഹലോ ഗൈസ്, നമ്മളിവിടെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ബോർഡിംഗ് പാസ് തരാൻ പറ്റുമോ ഗൈസ്? എന്റെ ഫോൺ അവളുടെ കയ്യിൽ. എനിക്ക് ബോർഡിംഗ് പാസ് ഇല്ല. ഞാൻ എനിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചെക്കിങ്ങിന് പോവാണ് ഗൈസ്. നത്തും ബോസ് മാത്രമേ അടുത്തുള്ളത്. അവർക്ക് വേണമെങ്കിൽ അടുക്കൊരാളുള്ളൂ, ഒരുത്തിനെ പിടിച്ച് മാറ്റിയാൽ മതി. ഞാൻ ബിയും ഡിയും. മാൾട്ട എയർപോർട്ടിൽ ചെക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിലേക്ക് പോവാണ് ഗൈസ്. പെട്ടെന്നെല്ലാം കഴിഞ്ഞു. ഇനി ഇതെല്ലാം മാറി പറക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് പോകണം. ഞങ്ങൾ ചെക്കിങ് കഴിഞ്ഞപ്പോൾ വന്നിരിക്കുകയാണ്. ചെക്കിനല്ലടാ ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞ് വന്നു. ഇനി നേരെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പം അതിനുള്ളിലാണ്. മാമ നിങ്ങളെ കാണിച്ചു തരും. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി പെഡ് ഷോപ്പ്. ഇത് നമ്മുടെ വിഷൻ എന്തോ നോക്കേണ്ട കാര്യമായിട്ട്. ഇവിടെ വിഷൻ നീ എന്താ നോക്കണേ? ഞാൻ നോക്കുന്നത് ഈ പെർഫ്യൂംസ് ആണ്. ഈ പെർഫ്യൂംസിൽ ഒരുപാട് ഇതിന്റെ ഫോണിന്റെ ഓർഡർ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കാൻ എടുത്തോണ്ട് എന്താണെന്ന് അറിയില്ല. റോണിക്ക് ഭയങ്കര സങ്കടം. എന്താ റോണി? ഇവിടെ ഓരോ ട്രൈമീ സംഭവങ്ങളുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇനി 11 ഫ്ലൈറ്റ്. ഇപ്പോൾ ഒരു ടൈം 9:30 ആയിട്ടുള്ളൂ. ഇനിയിപ്പം നമ്മളിങ്ങനെ നോക്കി ഇരിക്കണം. വേറെ പരിപാടിയൊന്നുമില്ല. ഇവർ രണ്ടുപേരും ഉണ്ട് ഇവിടെ. ബാക്കി ആൾക്കാരെ കാണുന്നില്ല. ഇപ്പം നമുക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് കാണാം. അപ്പൊ നമ്മള് ഫ്ലൈറ്റ് കയറാൻ പോവാണ്. വിഷൻ വരുന്നുണ്ട്. ബാക്കി കുറെ പേരൊക്കെ ഫ്രണ്ടിൽ പോയി. ടാറ്റാ.
ഗൈസ് ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, ഇതിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ആൾക്കാരെല്ലാം ദേ അവിടെ നിൽപ്പുണ്ട്. സോ നമ്മൾ ബോർഡ് ചെയ്യാൻ പോവാണ്. ഫ്ലൈറ്റ്. അപ്പോ നമ്മളിനി അടുത്തത് മാൾട്ടയെ വെച്ചിട്ട് അടുത്ത വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ ബൈ. അവരത്രയും പേര് ഫ്രണ്ടിലും ഞങ്ങള് 3 പേരും ബാക്കിലുമാണ്. അങ്ങനെ പല പല സീറ്റുകളിലായിരുന്ന ഞാനും മാമനും റോണിയും ഇപ്പോൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അത് വിഷന്റെ ഇടപെടലുകൾ കാരണം എന്റെ അത്രയും കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർക്ക് ആർക്കും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇനി നമ്മൾ ഒരുമിച്ചായിരിക്കും നമ്മുടെ ജേണി. മറ്റവരൊക്കെ പല സീറ്റിൽ പല തലങ്ങളിലായിട്ടിരിക്കുകയാണ്. അതുപോലെ ഞങ്ങൾക്ക് ഒരു വിൻഡോ സീറ്റ് ഇട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്ന വിൻഡോ സീറ്റാണ്. ഇവിടെ ഞങ്ങൾ മാറി മാറി ഇരിക്കുന്നതാണ്. ബിസ്ക്കറ്റ് ഉണ്ട് ഞങ്ങളുടെ കയ്യില്. കൂടെയുള്ള എല്ലാവരും പടമായി പടമായി ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ നടന്നു നോക്കി. ശർമ്മം പുരുഷും ആദ്യമേ പടായി. പിന്നെ വിൻഡോ സീറ്റ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പടം ഇട്ടതാണ്. ആദ്യം തന്നെ ഫ്ലാറ്റ് എല്ലാവരും ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഉറപ്പൊന്നും വരുന്നില്ല. നമ്മളെ സാധനം വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അല്ലേ? ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. സ്പൂണിന് കുറച്ചൊരു ലിക്വിഡ് ടൈപ്പ് ഇതൊന്ന് കണ്ടിട്ട് എന്തോ ചീസൊക്കെ പോലെ ഉണ്ടല്ലേ? ചീസ് കോട്ടഡ് ചീസാണോ? ചീസ് കോട്ടഡ് ആണ്. ബീഫാണ് സാധനം. ലോണേജി എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? എടാ എനിക്കൊന്ന് വെച്ചേ വായൽ. ചീസും ബീഫിന്റെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല. ചീസിന്റെ ടേസ്റ്റ് ഡോമിനേറ്റ് ചെയ്തിട്ട് എന്തോ നമ്മൾ കഴിച്ചിട്ടുള്ള പിസ്സയുടെ ഒക്കെ ഒരു ടേസ്റ്റ്. ഒരു ബീഫ് അറിയുന്നില്ല, പക്ഷെ ഒരു ചീസിന്റെ ടേസ്റ്റാ ഡോമിനന്റ് സാധനം. അല്ലേ? ഒരു പ്രത്യേക ടേസ്റ്റ്. ഇപ്പൊ ലാൻഡിങ്ങിന് സമയമായി. മാമന് അതിശക്തമായി ചെവിക്ക് വേദനയാണ്. ചെവി അടഞ്ഞിരിക്കുകയെന്നാണ് മാമൻ പറയുന്നത്. അതുപോലെ തന്നെ വിശ്വനും ചെവിക്ക് വേദനയാണ്. ചെവി അടഞ്ഞിരിക്കുകയാണ്. എനിക്ക് മാത്രം ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ്. നല്ല അഹങ്കാരമുണ്ട് കൈസ് എനിക്ക്. പാവം പിള്ളേർ രണ്ടുപേരും എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്ന ഭയങ്കര വേദനയാണെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. നമ്മള് ലാൻഡ് ചെയ്യാൻ പോവാണ്. നമ്മള് മാൾട്ട എത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പം നമ്മള് ചെയ്യാൻ പോവാണ്. അല്ല ഒന്ന് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ അതല്ലാതെ പിന്നെ പോയി. പിന്നെ ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നേരമായി നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. ലാൻഡ് ചെയ്യുന്ന പറഞ്ഞു. ഇയാൾ ഇതുവരെ ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഇപ്പൊ പക്ഷെ റോഡിന്റെ മോഹൻ തന്നെ കണ്ടെത്തുന്നത് ടെൻഷൻ അടിച്ചില്ല. അത് മാമനായിരുന്നു. മാമനിപ്പൊ കരഞ്ഞു മരിക്കാറായി. അയ്യോ അയ്യോ. മറ്റേ എയർ പ്രഷർ കാരണം ചെവി ഉണ്ട്. അത് ഇവന്റെയും ചെവിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. എന്താണോ ഇങ്ങനെ വരാറുള്ളതല്ല. ഇങ്ങനെ വരാറുള്ളതല്ല. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര വേദന. സ്ഥിരം ഫ്ലൈറ്റിലെ പൈലറ്റ് ആയിരുന്നല്ലോ. സ്ഥിരം ഫ്ലൈറ്റിൽ പോണ പൈലറ്റ് ആണെന്നായിരുന്നു. തോപ്പറാങ്കുടിയിലെ അവിടുത്തെ ബസ്സും ഓട്ടോയിലൊക്കെ കയറിയിട്ടുള്ളൂ. സംഭവേ നമ്മൾ ശരിക്കും കുടുങ്ങി തരുന്നതാണ്. പിന്നെ ഞാൻ സ്പെയിനിൽ പോയിട്ടുള്ള ഒരു കയ്യടി ആണോ? എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ലാൻഡ് ചെയ്യാറില്ലെന്ന് തോന്നുന്നു. പലപ്പോഴൊക്കെ ലാൻഡ് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ മാൾട്ട എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ നല്ല ക്ലൈമറ്റ് ആണ്. ഒട്ടും തണുപ്പില്ല. എന്നുവെച്ചാൽ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ്. ഇതാണ് ഞങ്ങൾ വന്ന ഫ്ലൈറ്റ്. നല്ല രസമുണ്ട്. ഒരു ഒരു ഡിപ്രസിംഗ് സ്റ്റേറ്റിൽ നിന്ന് ഒരു പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് ജർമ്മനിൽ. സോ ഗൈസ് നമ്മളിവിടെ ഫുഡ് കഴിച്ചിട്ട് എയർപോർട്ടിൽ ഇരിക്കുവാണ്. എയർപോർട്ടിലെ ഫുഡ് കോർട്ടിൽ ഇരുന്ന് ഇപ്പം ഫുഡ് കഴിച്ചു. ബോസേ നീ കാർ ഓടിക്കുന്നുണ്ടോ?
നമ്മൾ കാറ് റെന്റിന് എടുത്തിട്ടുണ്ട് പോവാനായിട്ട്. സോ ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങും.